ഇലാ വലതി, എൻ്റെ മകന്. അഹമ്മദ് അമീൻ എഴുതുന്നൊരു ലേഖനമാണ്. തൻ്റെ മകന് കത്ത് എഴുതുന്ന രൂപത്തിലാണ് ഈ ലേഖനം. യാ ബുനയ്യ, മോനെ, ഖറഅതു ഖിതാബക, നിന്റെ കത്ത് ഞാൻ വായിച്ചു. അല്ലദീ തുങ്കിറു ഫീഹി, നീ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അലയ്യ, എൻ്റെ മേൽ. കസ്റത്ത നുസ്ഹി, എൻ്റെ ഉപദേശത്തിൻ്റെ ആധിക്യത്തിൻ്റെ മേൽ, ഞാൻ ധാരാളമായി ഉപദേശിക്കുന്നു എന്ന ഒരു അനിഷ്ടം നീ ആ കത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. വലാസിൽത്തു അഅ്തഖിദു, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അന്നി മുഹിക്കുൻ കുല്ലൽ ഹഖി, എനിക്ക് എല്ലാ അവകാശവുമുണ്ട്. ഫകമാ യതഅസ്സറുൽ മർഉ ബിൽ ബീഅത്തില്ലത്തി ഹൗലഹു കമാ ദകർതു, നീ പറഞ്ഞതുപോലെ മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നതുപോലെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളാലും മനുഷ്യൻ സ്വാധീനിക്കപ്പെടും. വലിദാലിക, അതുകൊണ്ട് ലാ അസാലോ അൻസഹലക, ഞാൻ നിന്നെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ഖബിൽത ഔ കരിഹ്ത, നീ ആ ഉപദേശം സ്വീകരിച്ചാലും വെറുത്താലും. വ അൻത ഹുറുൻ ഫീ ഖബൂലിൻ നസീഹത്തി ഔ കുർഹിഹ, എൻ്റെ ഈ ഉപദേശം സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ നീ സ്വതന്ത്രനാണ്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഉപദേശിക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ്, അത് ഞാൻ ചെയ്യും. വ അഹ്യാനൻ, പലപ്പോഴും തജിദുൻ നസീഹത്തു മഹല്ലഹ, ഉപദേശം അതിൻ്റെ സ്ഥാനം കാണും. ഫതഅമലു അമലഹ, എന്നിട്ട് അതിൻ്റെ പ്രവർത്തനം ചെയ്യും. എന്ന് വെച്ചാൽ ഉപദേശം കൊണ്ട് പലപ്പോഴും ഫലമുണ്ടാകാറുണ്ട്. വലൗലാ ദാലിക, അതില്ല എങ്കിൽ മാ നസഹൽ ഖുർആൻ വലൻ നബിയുൽ മുഅ്മിനീൻ, ഖുർആനും പ്രവാചകനുമൊന്നും മനുഷ്യരെ ഉപദേശിക്കുമായിരുന്നില്ല. ഉപദേശം കൊണ്ട് ഒരിക്കലും ഒരു കാര്യവുമില്ല എങ്കിൽ ഖുർആനും പ്രവാചകനൊന്നും ഉപദേശങ്ങൾ നൽകുമായിരുന്നില്ല. ഫഅമറഹും ബിൽ അദ്ലി, പ്രവാചകൻ ജനങ്ങളെ ഉപദേശിച്ചു. ബിൽ അദ്ലി, നീതിയോടെ വർത്തിക്കണമെന്ന്. വസ്ദിഖി, സത്യസന്ധരാകണമെന്ന്. വൽ ഇഫത്തി, പരിശുദ്ധതയുള്ളവരാവണമെന്ന്. വമാ ഇലാ ദാലിക, അതേപോലുള്ള മറ്റു കാര്യങ്ങളും ഉപദേശിച്ചിട്ടുണ്ട്. സാദത്ത് ഇൻദ അംസാലിക, നിന്നെപ്പോലുള്ള ആളുകൾ, മിനശുബാനി, നിന്നെപ്പോലുള്ള യുവാക്കളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഫിക്രത്തുൽ ഖാത്തിഅത്തുൻ, തെറ്റായൊരു ചിന്ത. വഹിയ ശിദ്ദത്തുൽ മുതാലബത്തി ബിൽ ഹുഖൂഖി, എന്താണ് ചിന്ത? അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കഠിനമായ പരിശ്രമം. മിൻ ഗൈരി ഇൽത്തിഫാത്തിൻ ഇലാ അദാഇൽ വാജിബാത്തി മഅ തലാസുമിഹ, കടമകൾ നിർവഹിക്കാതെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുക എന്നൊരു സ്വഭാവം, എന്നൊരു ചിന്ത നിന്നെപ്പോലുള്ള യുവാക്കളിൽ ഇപ്പോൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മാത്രം നേടിയെടുക്കാൻ ശ്രമിക്കുക, എന്നാൽ നിങ്ങൾ സമൂഹത്തോടും മറ്റും ചെയ്യേണ്ട കടമകളെ നിങ്ങൾ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഫഹ്മ മഅൻ, അവ രണ്ടും, ഏതൊക്കെ? അവകാശവും കടമയും. കഫത്തിൽ മീസാനി, അത് ത്രാസിൻ്റെ തട്ടുകൾ പോലെയാണ്. രണ്ടും തുല്യ അളവിൽ നിൽക്കണം, രണ്ടും ചെയ്യണം. അവകാശവും നേടണം, അതോടൊപ്പം കടമ നിർവഹിക്കുകയും വേണം. ഇൻ റജഹത്ത് ഇഹ്ദാഹുമ ഹുഫത്ത് അൽ ഉഹ്റ, ത്രാസിൻ്റെ തട്ട് പോലെയാണെന്ന് പറഞ്ഞു അല്ലേ. ഒന്ന്, അതിലൊരു തട്ട് താണാൽ മറ്റേ തട്ട് മേലോട്ട് വരും, പൊന്തി നിൽക്കും. അപ്പോൾ ഈക്വൽ ആവുകയില്ല, രണ്ടും ഈക്വൽ ആകണം. വഹും യൽജഊന ഇലാ കുല്ലിൽ വസാഇലി ലിൽ മുതാലബത്തി ബിഹുഖൂഖിഹിം, എല്ലാ മാർഗത്തിലും അവർ, അതായത് നിങ്ങൾ, ഈ യുവാക്കൾ, ഇപ്പോഴുള്ള യുവാക്കൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിൻ ഇളറാബിൻ ഇലാ ഇഅ്തിസാമിൻ, സമരങ്ങൾ പോലുള്ള മാർഗങ്ങളിലൂടെ. വലാ തസ്മഅ മിൻഹും അബദൻ ഷൈഅൻ അൻ ഫിക്രത്തി അദാഇൽ വാജിബി, അവരിൽ നിന്നും അവരുടെ കടമ നിർവഹിക്കേണ്ടതിൻ്റെ ചിന്തയെക്കുറിച്ചുള്ള ഒരു കാര്യവും നമ്മൾ കേൾക്കുന്നില്ല. വലാ നസ്മഅ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മാത്രമാണ് അവരുടെ ശ്രമം, അതായത് ഈ തലമുറയിൽപ്പെട്ട ഈ ഒരു യുവാക്കളുടെ ശ്രമം. ഫഹദാരി മിനൽ വുഖൂഇ ഫീ ഹാദൽ ഖത, അതുകൊണ്ട് മോനെ, നീ ഈ ഒരു വിപത്തിൽ പെട്ടുപോകരുത്. ഫഅലാ കുല്ലി ഇൻസാനിൻ, എല്ലാ മനുഷ്യൻ്റെ മേലും നിർബന്ധമാണ്. അൻ യുഅദ്ദിയ വാജിബഹു, തൻ്റെ കടമ നിർവഹിക്കൽ. ദായിമൻ, എപ്പോഴും. കമാ യുതാലിബു ബി ഹുഖൂഖിഹി, തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം, നേടിയെടുക്കുന്നത് പോലെ കടമയും നിർവഹിക്കൽ
എല്ലാവർക്കും നിർബന്ധമാണ്. വൽ ഇൻസാനു ഫി ഹാദിഹിൽ ഹയാത്തി, ഈ ജീവിതത്തിൽ മനുഷ്യൻ ലാ യഈശു ലി നഫ്സിഹി, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ഫഹസ്ബു, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. വ ഇന്നമാ യഈശു ലഹു വലിന്നാസി, അവൻ തനിക്കും ജനങ്ങൾക്കും വേണ്ടിയാണ് ജീവിക്കേണ്ടത്. വലി സആദത്തിഹി വലി സആദത്തിന്നാസി, തൻ്റെയും ജനങ്ങളുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. വ അദാ ഉൽ വാജിബി, ഒരു മനുഷ്യൻ തൻ്റെ കടമ നിർവഹിക്കൽ യുഅദ്ദി ഇലാ തഹഖീഖി സആദത്തി, സൗഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിക്കുന്നു. കടമ നിർവഹിച്ചാൽ ഈ സന്തോഷം, മേലെ പറയപ്പെട്ട സന്തോഷം ഉണ്ടാകും, തനിക്കും ഉണ്ടാകും സമൂഹത്തിനും ഉണ്ടാകും. ഇലാ സആദത്തി ഫത്താലിബില്ലദീ യുഅദ്ദി വാജിബഹു ലിഉസ്റതിഹി യുസ്ഇദുഹ. അതേപോലെ തൻ്റെ ഡ്യൂട്ടി, തൻ്റെ കടമ നിർവഹിക്കുന്ന വിദ്യാർത്ഥി, അവൻ തൻ്റെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുന്നു. കുടുംബത്തോടുള്ള കടമ നിർവഹിക്കുന്നവൻ കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നു. വൽ അഗ്നിയ, അതേപോലെ സമ്പന്നർ, ബിതഅദിയതിഹിം മാ അലൈഹിം, അവരുടെ അടുക്കലുള്ളത് നൽകുന്നത്. മിൻ ബിനാഇൻ ലിൽ മുസ്തശ്ഫയാത്തി, എന്തിനൊക്കെ? ഹോസ്പിറ്റൽ നിർമ്മാണത്തിനും. വ തബറുൻ ലിൽ ഖൈറാത്തി, ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ സമ്പന്നർ തങ്ങളെ അടുക്കലുള്ള സമ്പത്ത് നൽകുന്നത്. യസീദുന ഫി റാഹത്തിൻ നാസി, ആ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ റഫാഹിയത്തിഹിം, അവരുടെ സുഭിക്ഷതയും അവരുടെ സമാധാനവും വർദ്ധിപ്പിക്കുന്നു, അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വഅലൽ അക്സി മിൻ ദാലിക, മറുവശത്ത് അസാരിഖൂന വസ്സകീറൂന, മദ്യപന്മാരും മോഷ്ടാക്കളും. ഫഇന്നഹും ബിഇഹ്മാലിഹിം അൽ വാജിബ്, അവർ തങ്ങളുടെ കടമ നിർവഹിക്കാതിരിക്കുന്നത് കാരണം, ബിൽ വാജിബ് അലൈഹിം ബിഇഹ്മാലിഹിം അൽ വാജിബ് അലൈഹിം, തങ്ങളുടെ മേലുള്ള കടമകൾ നിർവഹിക്കാതിരിക്കുന്നത് കാരണം, വാദമി ഇതാഅതിഹിം ഖവാനീൻ അൽ ബിലാദി, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് കാരണത്താലും, യസീദൂന ഫീ ശഖാഇൻ നാസി വതആസതിഹിം, അവർ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അധികരിപ്പിക്കുന്നു. വ മിഖ്യാസു റുഖിയിൽ ഉമ്മത്തി ഇന്നമാ ഹുവ ഫീ അദാഇ അഫ്രാദിഹ മാ അലൈഹി മിൻ വാജിബാത്ത്, സമൂഹത്തിൻ്റെ വളർച്ചയുടെ അളവുകോൽ എന്നത് സമൂഹത്തിലെ ഓരോ വ്യക്തിയും തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലാണ് ഉള്ളത്. ഓരോ വ്യക്തിയും തൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ മാത്രമേ സമൂഹം ഉന്നതിയിലെത്തുകയുള്ളൂ. ഫല്ലദീ യത്തഖില്ലാഹ ഫീ സിനാഅതിഹി, ഒരു മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ, യുസ്ഇദുന്നാസ ബിഇത്ഖാനിഹി, തൻ്റെ ഈ സൂക്ഷ്മമായ ജീവിതം കൊണ്ട്, തൻ്റെ ഈ ഒരു കൃത്യമായി ചെയ്യുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളെ സഹായിക്കുന്നു. അതായത് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് അവൻ ജനങ്ങളെ സഹായിക്കുന്നു, അവൻ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നു. യുസ്ഇദു വലാ യബ്ഖ അൽ ആലമു വയർക്ക, ലോകം നിലനിൽക്കുകയും പുരോഗതി പ്രാപിക്കുകയുമില്ല. ഇല്ലാ ബി അദാ ഇൽ വാജിബ്, ഓരോരുത്തരും അവരവരുടെ കടമ നിർവഹിച്ചാലല്ലാതെ. വലോ അന്ന മുജ്തമഅൻ ഖസ്സർ ഫി അദാഇ കുല്ലി വാജിബാതിഹി, ഏതെങ്കിലും ഒരു സമൂഹം തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ കുറവ് വരുത്തിയാൽ, ലഫനിയ ഫിൽ ഹാലി, അത് നശിച്ചു പോകും ആ സമൂഹം. വൽ ഉമ്മത്തുൽ മുതഅഖിറത്തു, പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം, ഇന്നമാ ബഖിയത്ത്, അത് നിലനിൽക്കുന്നത് ലിഅന്ന അഫ്രാദഹ ഖാമു ബി അദാഇ അക്സറൽ വാജിബാത്തി, കാരണം അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള വ്യക്തികൾ അവരുടെ കൂടുതൽ കടമകളും അവർ നിർവഹിക്കുന്നു എന്നതുകൊണ്ടാണ് പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം നിലനിൽക്കുന്നത്. ആ ജനങ്ങൾ കടമ നിർവഹിച്ചില്ല എങ്കിൽ ആ രാജ്യം തകർന്നു പോകുമായിരുന്നു. വതഅഖറത ബിൽ ഖിസ്മില്ലദീ ലം യുഅദ്ദ, നിർവഹിക്കപ്പെടാത്ത കാര്യങ്ങളിൽ അവ ആ രാജ്യം ബാക്ക്വേർഡായിട്ട് തന്നെ, പിന്നോക്കമായിട്ട് തന്നെ നിലനിൽക്കും. വയജിബു അൻ യുഅദ്ദി അൽ വാജിബ ലിഅന്നഹു വാജിബുൻ, കടമ നിർവഹിക്കൽ നിർബന്ധമാണ്, കാരണം അത് കടമയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാ തമഅൻ ഫി റിബിഹിൻ, ലാഭത്തിൽ ഒരു ലാഭേച്ഛയോടെ ചെയ്യുന്നതല്ല. വലാ ഹർബൻ മിൻ ഖസാറത്തിൻ,
അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്നും ഓടിയൊളിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അത് കടമയാണ്, ചെയ്യണം എന്നതുകൊണ്ട് ചെയ്യുന്നു. ഇന്നമാനു അദ്ദീഹി, നമ്മളത് ചെയ്യുന്നത് റാഹത്തൻ ലി വിജ്ദാനിന, നമ്മുടെ സത്തയ്ക്ക്, നമ്മുടെ ആത്മവികാരത്തിന് സ്വസ്ഥത ലഭിക്കാൻ വേണ്ടിയാണ്. വല്ലദീന യുഅദ്ദൂന വാജിബഹും, തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നവർ, റഹബത്തൻ ഔ റഹബത്തൻ, പേടിയാലോ അല്ലെങ്കിൽ ആഗ്രഹത്താലോ നിർവഹിക്കുന്നവർ, ഇന്നമാഹും തുജാറുൻ, അവർ കച്ചവടക്കാരാണ്, യബീഊന യൗമ, ദിവസത്തെ അവർ വിൽക്കുന്നു, മാ യഖ്ബിലൂന സമനഹു ഗദൻ, ഇന്ന്, അല്യൗമ മീൻസ് ഇന്നിനെ അവർ വിൽക്കുന്നു, മാ യഖ്ബിലൂന സമനഹു ഗദൻ, നാളെയാണ് അതിൻ്റെ പ്രതിഫലം. അതായത് ഇന്ന് കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നാളെ ലഭിക്കും. വാ മുസ്ലിന അൽ അല, നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ, മാതൃകകൾ, അൻ നതലദ്ദദ മിൻ അദാഇൽ വാജിബി, നമ്മൾ കടമ നിർവഹിക്കുന്നതിലൂടെ ആസ്വാദനം കണ്ടെത്തണം എന്നതിലാണ്. കമാ നതലദ്ദദു മിൻ ഖൈരിൻ യനാലുന വശർരിൻ യസൂലു അന്ന, നമുക്ക് എന്തെങ്കിലും നന്മ ഉണ്ടായാൽ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മ നമ്മളിൽ നിന്നും നീങ്ങിപ്പോയാൽ ആസ്വദിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കടമ നിർവഹിക്കുന്നതിലും ആസ്വാദനം കണ്ടെത്തണം. തഅരീഫുൽ മുഅല്ലിഫ്, ഈ എഴുത്തുകാരനെ കുറിച്ച്. അഹമ്മദ് അമീൻ, ആരാണ് അദ്ദേഹം? അദീബുൻ, സാഹിത്യകാരനാണ്, മുഫക്കിറുൻ, ചിന്തകനാണ്, മുഅർരിഖുൻ, ചരിത്രകാരനാണ്, കാത്തിബുൻ, എഴുത്തുകാരനാണ്, മിസ്രിയുൻ, ഈജിപ്ഷ്യനായ എഴുത്തുകാരനും ചിന്തകനൊക്കെയാണ് ഇദ്ദേഹം. വഹുവ സാഹിബു തയ്യാരിൻ ഫിക്രിയിൻ മുസ്തഖിലിൻ, ഒരു സ്വതന്ത്ര ചിന്ത എന്നൊരു ട്രെൻഡിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഖായിമൻ അലൽ വസ്തിയത്തി, മധ്യമ നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ചിന്ത. വലിത അഹമ്മദ് അമീൻ ബിൽ ഖാഹിറ, അദ്ദേഹം കൈറോയിൽ ജനിച്ചു 1886. കാനത്ത് ദിറാസത്തുൽ ഇബ്തിദായിയത്തു ഫിൽ കുത്താബി, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനം അല്ലെങ്കിൽ പാഠശാലകളിൽ, ഓത്തുപള്ളി എന്നൊക്കെ പറയുന്നത് പോലുള്ള പണ്ടുകാലത്ത് ഈജിപ്തിലുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് കുത്താബ്. അവിടെ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ഹത്ത തദറജ ഇല ജാമിഅത്തുൽ അസ്ഹർ, ജാമിഅത്തുൽ അസ്ഹറിൽ നിന്നും അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി. വമദ്രസത്തി ഖളാഇ ശറഈ, അവിടെ നിന്നും. വഫിൽ വിദായത്തി, തുടക്കത്തിൽ അമില ഖാളിയൻ, അദ്ദേഹം ഒരു ന്യായാധിപനായിട്ട്, ഖാളിയായിക്കൊണ്ട്, ജഡ്ജായിക്കൊണ്ട് ജോലി ചെയ്തു. വബഅദഹ, അതിനുശേഷം മുദരിസൻ, അധ്യാപകനായിക്കൊണ്ട്, ബി മദ്രസത്തിൽ ഖളാഇ, ലോ കോളേജിൽ അധ്യാപകനായിക്കൊണ്ട് ജോലി ചെയ്തു. സുമ്മ മുദരിസത്തും ബി കുല്ലിയത്തിൽ ആദാബി ബി ജാമിഅത്തുൽ ഖാഹിറ, പിന്നീട് കൈറോ യൂണിവേഴ്സിറ്റിയിലെ ലിറ്ററേച്ചർ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തു. വാമില ഫിഹ ഉസ്താദൻ, അവിടെ അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്തു. ഉസ്താദ് മുസായിദൻ, അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു. ഇല അൻ അസ്ബഹ അമീദൻ ലഹ, പിന്നീട് അദ്ദേഹം ആ കോളേജിന്റെ പ്രിൻസിപ്പളായി തീർന്നു. അൻഷ അഹമ്മദ് അമീൻ സ്ഥാപിച്ചു മഅ സുമലാഇഹി, തൻ്റെ കൂട്ടുകാരോടൊപ്പം, ലജ്നത്ത് തഅലീഫി വ തർജമത്തി വൻ നശർ എന്നൊരു സ്ഥാപനം 1914. വബഖിയ റഈസൻ ലഹ, അതിൻ്റെ പ്രസിഡന്റായി തുടർന്നു അദ്ദേഹം. ഹത്ത വഫാത്തിഹി, തൻ്റെ മരണം വരെ, 45 മരിക്കുന്നത് വരെ. ഷാറക ഫി ഇഖ്റാജ് മജല്ലാത്തി അർ-റിസാല വ സഖാഫ, അർ-റിസാല, സഖാഫ എന്നീ മാഗസിനുകൾ പുറത്തിറക്കുന്നതിൽ അദ്ദേഹം പങ്കാളിയായി. വമിൻ അഹമ്മി മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് അന്നഖദ് വൽ അദബു എന്ന പുസ്തകവും, വഹയാത്തി എന്ന സീറത്തുൻ ദാത്തിയ, ആത്മകഥയും, വശർഖു വൽ ഗർബു എന്നതും, വഫജറുൽ ഇസ്ലാം, വ ളുഹൽ ഇസ്ലാം, വ ളുഹറുൽ ഇസ്ലാം, വ യൗമുൽ ഇസ്ലാം, മൗസുആത്ത്. ഇവയൊക്കെ, ഈ ഫജറുൽ ഇസ്ലാം, ളുഹൽ ഇസ്ലാം, ളുഹറുൽ ഇസ്ലാം, യൗമുൽ ഇസ്ലാം എന്നിവയൊക്കെ മൗസുആത്താണ്, എൻസൈക്ലോപീഡിയകളാണ്. ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതൽ അവസാന കാലം വരെയുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങളാണ്. വഹ്വ വാലിദു അൽ മുഫക്കിരീൻ അൽ മുആസിരീന, കണ്ടംപററി ചിന്തകരായിട്ടുള്ള ഹുസൈൻ അമീൻ്റെയും ജലാൽ അമീൻ്റെയും പിതാവാണ് അദ്ദേഹം. മാനി അൽ മുഫ്രദാത്ത്, റത്തീബ് അൽ കലിമത്തുൽ ആതിയ, അന്നി മുഹക്കുൻ അഅതഖിദു വലാസിൽതു കുല്ലൽ ഹഖ്, വലാസിൽതു അഅതഖിദു അന്നി മുഹക്കുൻ കുല്ലൽ ഹഖ്.
അൻത നസീഹ ഫി ഖബൂലി ഹുർൻ അൻത ഹുർൻ ഫി ഖബൂലി നസീഹത്തി ഔ കുർഹിഹ അലാ കുല്ലി ഇൻസാനിൻ അൻ യുഅദ്ദിയ വാജിബഹു ദായിമൻ അദമ ഇതാഅതിഹിം ഖവാനിൻ അൽ ബിലാദ് ഉക്തുബൽ അൽദാദ ഓപ്പോസിറ്റുകൾ എഴുതണം. ഇഖ്ദ് വെറുപ്പ്, ഹുബ് സ്നേഹം, ഹലീലത്ത് ഹലാലായത്, അതിൻ്റെ അകത്ത് ഹറാം അല്ലെങ്കിൽ ഗൈറു ശറഈ ഇല്ലീഗൽ, ദമ്മ് ആക്ഷേപം, മദഹ് സ്തുതി, മാലുൻ ധനം, അതിന് ഫഖറുൻ എന്ന് കൊടുക്കാം, ധനമില്ലാത്ത അവസ്ഥ, ബസറുൻ കാഴ്ച, അമൻ അന്ധത, നബീലുൻ മഹത്വമുള്ളവൻ, ദനീഉൻ നിന്ദ്യൻ, സഈദുൻ സന്തോഷവാൻ, ഹസീനുൻ ദുഃഖിതൻ. അജിബ് അനിൽ അസിലത്തിലാത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മാതാ അങ്കർ ഇബ്നുൽ കാത്തിബി അലാ ബിഹി, കാത്തിബിൻ്റെ മകൻ തൻ്റെ പിതാവിൻ്റെ എന്താണ് വെറുക്കുന്നത്? കസ്റത്തുൻ നുസ്ഹെ കൂടുതലായിട്ടുള്ള ഉപദേശം. ലിമ യൻസഹുൽ കാത്തിബു ഇബ്നഹു, കാത്തിബ് എന്തിനാണ് തൻ്റെ മകനെ ഉപദേശിക്കുന്നത്? അത് കാത്തിബ് പറയുന്നത് ലി അന്നഹു മുഹക്കുൻ കുല്ലൽ ഹഖി ലിൻ നസീഹത്തി, ഉപദേശത്തിന് എല്ലാ അർഹതയുമുണ്ട് അദ്ദേഹത്തിന് എന്നാണ് അയാൾ പറയുന്നത്. യഅ്തഖിദു അന്നഹു മുഹക്കുൻ കുല്ലൽ ഹഖ്, അന്നി എന്നുള്ളത് അന്നഹു. ഫകമാ യതഅസ്സറുൽ മർഉ ബിൽ ബിഅത്തി അല്ലതി ഹൗലഹു കമാ ദകർതു യതഅസ്സറു ബിൻ നസീഹത്തി അയ്ളൻ, ഉപദേശം കൊണ്ടും മനുഷ്യൻ സ്വാധീനിക്കപ്പെടും, അതുകൊണ്ടും ഉപദേശിക്കാൻ താൻ അർഹനാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുമാണ് അയാൾ ഉപദേശിക്കുന്നത്. ഇനി ലിമ യൻസഹുൽ മാഹിയൽ ഫിക്രത്തുൽ ഖാത്തിയത്തുല്ലത്തി തസൂദു ഷബാബ്, യുവാക്കളിൽ കൂടുതലായി വന്നിട്ടുള്ള പുതിയ ചിന്ത എന്താണ്? വഹിയ ശിദ്ദത്തുൽ മുത്താലബത്തി ബിൽ ഹുഖൂഖി, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ത്വര. ഇനി ഹുമാമ അൻ കഫത്തിൽ മീസാനി മാഹുമ, അവ രണ്ടും ത്രാസിലെ തട്ടുകൾ പോലെയാണ്. ഏതൊക്കെയാണവ? അൽ വാജിബു വൽ ഹഖു, അവകാശവും കടമയും. മാതാ യജിബു അലൽ ഇൻസാനി, മനുഷ്യൻ എന്താണ് നിർബന്ധം? യജിബു അലൽ ഇൻസാനി അൻ യുഅദ്ദിയ വാജിബഹു, മനുഷ്യന് തൻ്റെ കടമ നിർവഹിക്കൽ നിർബന്ധമാണ്. ഫീമ മിഖ്യാസു റുഖിയിൽ ഉമ്മത്തി, സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അളവുകോൽ എന്താണ്? അളവുകോൽ തഅദിയത്തു അൽ വാജിബി, കടമ നിർവഹണമാണ്. അപ്പോൾ മിഖ്യാസു റുഖിയിൽ ഉമ്മത്തി തഅദിയത്തു അഫ്രാദിഹ ബി വാജിബിഹിം, അവിടെയുള്ള അഫ്രാദ് വ്യക്തികൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതിലാണ് ഇതിൻ്റെ സമൂഹത്തിൻ്റെ ഉയർച്ച പുരോഗതി ഉള്ളത്. മൻഹും അസ്അദുന്നാസി, ജനങ്ങളിൽ ഏറ്റവും സന്തോഷവാന്മാരാരാണ്? അസ്അദുന്നാസി അല്ലദീന യുഅദ്ദൂന വാജിബഹും, തങ്ങളുടെ കടമ നിർവഹിക്കുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ. മാതാ യുസ്തറത്തു ഫി ബഖാഇൽ ആലമി വറുഖിയിഹി, ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും പുരോഗതിയുടെയും കണ്ടീഷൻ, ഷർത്ത്, നിബന്ധന എന്താണ്? തഅദിയത്തുൽ വാജിബ്, കടമ നിർവഹിക്കലാണ് അതിനുള്ള ഒരു കണ്ടീഷൻ. എന്നാൽ മാത്രമേ പുരോഗതിയിലെത്തുകയും നിലനിൽക്കുകയുമുള്ളൂ. മാ ആഖിബത്തു കസ്റിൽ വാജിബാത്തി, കടമ നിർവഹിക്കാതിരിക്കുന്നതിൻ്റെ പര്യവസാനം എന്തായിരിക്കും? അൽ ഹലാക്ക്, നാശമാണ്. അല്ലദീന യുഅദ്ദൂനൽ വാജിബ മിസ്ല തുജാരി കൈഫ, തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നവർ കച്ചവടക്കാരെ പോലെയാണ്. എങ്ങനെയാണത്? ആ ഒരു ഉപമ പറഞ്ഞത് ഇവിടെ ഉണ്ടല്ലേ. ഇന്നഹും യബിഊന അൽയൗമ മാ യഖ്ബിലൂന സമനഹു ഗദൻ, ഇന്നിനെ വിറ്റ് നാളെ അതിന് പകരമായിട്ട് വാങ്ങുന്നു. പിന്നെ മാലിമുൽ ലുഗവിയ, ഇവിടെ നാത്തും അന്നൂത്തുമാണ് കൊടുത്തിരിക്കുന്നത്. സഈമുൻ മഷ്ഹൂറുൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ നേതാവ്, പ്രശസ്തനായ, വലിയ, ചെറിയ, നീളമുള്ള, ഭംഗിയുള്ള, അങ്ങനെയൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് നാത്ത് എന്ന് പറയുന്നത്. ഇവിടെ മഷ്ഹൂറുൻ എന്നതാണ് നാത്ത്.
അപ്പോൾ ഏത് വാക്കിൻ്റെ കൂടെയും നമുക്ക് നാത്ത് വെക്കാൻ പറ്റും. ആ വാക്കിനോട് അനുയോജ്യമായ നാത്ത് വെക്കാൻ പറ്റും. സഈമുൻ നേതാവ്, അതിന് അനുയോജ്യമായ ഒരു നാത്താണ് മഷ്ഹൂറുൻ അറിയപ്പെട്ട. അങ്ങനെ നാത്ത് വെച്ചാൽ ആ സഈമ് മൻഊത്താകും. ഇപ്പോൾ സഈമ് മൻഊത്തും മഷ്ഹൂർ നാത്തുമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൻഊത്തിന് എന്താണോ ഇറാബുള്ളത് അത് തന്നെ നാത്തിനും കൊടുക്കണം. ഇവിടെ സഈമിന് റഫ് ആണുള്ളത്. റഫ് ആയതുകൊണ്ടാണ് ദമ്മിട്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി സഈമുൻ മഷ്ഹൂറുൻ ഫിൽ ആലം. മഹാത്മാഗാന്ധി ലോകത്തിലെ അറിയപ്പെട്ട നേതാവാണ്. അവിടെ സഈമുൻ എന്നതിൻ്റെ ഇറാബ് റഫ് ആയതുകൊണ്ട്, അതായത് മൻഊത്തിൻ്റെ ഇറാബ് റഫ് ആയതുകൊണ്ട് മഷ്ഹൂറുൻ എന്ന നാത്തിൻ്റെ ഇറാബും റഫ് ആയി. പിന്നെ മൻഊത്ത് മുദക്കറാണെങ്കിൽ നാത്തും മുദക്കറായിരിക്കണം. മൻഊത്ത് ജമ്മാണെങ്കിൽ നാത്തും ജമ്മാകണം. മൻഊത്ത് മുഫ്രദാണെങ്കിൽ നാത്ത് മുഫ്രദ്. മൻഊത്ത് മുസന്നയാണെങ്കിൽ നാത്ത് മുസന്ന. മൻഊത്ത് മാരിഫയാണെങ്കിൽ നാത്തും മാരിഫയാകണം. അതായത് മൻഊത്തിൻ്റെ കൂടെ അലിഫ്ലാം ഉണ്ടെങ്കിൽ നാത്തും അലിഫ്ലാം ഉണ്ടായിരിക്കണം. അലിഫ്ലാം ഇല്ല എങ്കിൽ നാത്തിനും ഉണ്ടാകരുത്. അങ്ങനെ മൻഊത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കണം എല്ലാ കാര്യത്തിലും നാത്തും. അത്രയും ശ്രദ്ധിച്ചാൽ മതി. ലഖൈത്തു തബ്ബാഹൻ തുർക്കിയൻ. തുർക്കിക്കാരനായ ഒരു കുക്കിനെ ഞാൻ കണ്ടുമുട്ടി. തുർക്കിയുൻ തുർക്കിക്കാരനായ എന്ന് പറയുമ്പോൾ അത് നാത്താണ്. അഹദ്തു ഹാദിഹിൽ ഫിക്രത്ത റായത്ത. ഈ മനോഹരമായ ചിന്ത ഞാൻ എടുത്തു. മിൻ ഖിസ്സത്തിൻ ഇൻജിലിസിയ, ഒരു ഇംഗ്ലീഷ് കഥയിൽ നിന്നും. അറായാത്ത് മനോഹരമായ എന്നത് ഫിക്രത്തിൻ്റെ നാത്താണ്. അതേപോലെ ഖിസ്സത്തുൻ ഇൻജിലിസിയ, കിസ്സ കഥ എന്നതിൻ്റെ നാത്താണ് ഇൻജിലിസിയ, ഇംഗ്ലീഷ് കഥ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ രൂപത്തിൽ പറയുന്നതൊക്കെ നാത്തായിട്ട് വരും. ലാഹിൽ അൽ കലിമാത്തിൽ മഷ്ഹൂർ എന്നീ ഇതിൻ്റെ വിശദീകരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വനറ അന്ന സിഫത്ത തത്ബഅൽ മൗസൂഫ. സിഫത്ത് എന്നാൽ നാത്ത്, മൗസൂഫ് എന്ന് പറഞ്ഞാൽ മൻഊത്ത്, അതിൻ്റെ മറ്റൊരു പേരാണ്. ഓക്കെ. ആയത് മുദക്കിറാത്തിന് വജീസത്തൻ അനിലാത്തിയ. താഴെയുള്ളതിനെക്കുറിച്ച് മുദക്കിറാത്ത് കുറിപ്പുകൾ തയ്യാറാക്കണം. നസീഹത്ത് അഹമ്മദ് അമീൻ ലിബ്നിഹി. അഹമ്മദ് അമീൻ തൻ്റെ മകനോട് ഉപദേശിച്ച കാര്യങ്ങൾ. ഒന്നുമില്ല, കടമകൾ നിർവഹിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഉപദേശിച്ചത് മുഴുവനായിട്ട്. അൽ ഇബ്റത്തുല്ലത്തി തസ്തഫീദ് മിന ദർസി ഇലാ വൽദി. ഇതിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം എന്താണ്? കടമ നിർവഹിക്കണം, എന്നാലേ മനുഷ്യന് രക്ഷയുള്ളൂ. അതാണ് ഗുണപാഠം. അഹമ്മദ് അമീൻ ഹയാത്തുഹു അമാലുഹു. അദ്ദേഹത്തെക്കുറിച്ച് മേലെ പഠിച്ചു. ആയുധ മഖാലാത്തിൻ്റെ അനാവിൽത്ത. ഇതും ഈ പാഠം മുഴുവനായിട്ട് പഠിക്കുക. ഇനി തർജിം ഇലൽ ഇൻജിലീസി. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഒന്നാമത്തത്, അലാ കുല്ലി ഇൻസാനിൻ അദ്ദിയ വാജിബഹു ദായിമൻ. ഓരോ മനുഷ്യനും തൻ്റെ കടമ നിർവഹിക്കൽ നിർബന്ധമാണ്. അത് എങ്ങനെ പറയാം? എവരി പേഴ്സൺ മസ്റ്റ് ഓൾവേസ് ഫുൾഫിൽ ദെയർ ഡ്യൂട്ടി. ഇനി അമറഹും ബിൽ അദ്ലി വസ്സുദ്ഖി വൽ ഇഫ്ഫത്തി. അവൻ അവരോട് നീതിയും സത്യവും പരിശുദ്ധതയും ഉണ്ടാകാൻ കൽപ്പിച്ചിരിക്കുന്നു. അതങ്ങനെ പറയാം. ഹി കമാൻഡഡ് ദം അമറഹും ടു പ്രാക്ടീസ് ജസ്റ്റിസ് ബിൽ അദ്ലി, അതേപോലെ ഓണസ്റ്റി വസ്സുദ്ഖി ആൻഡ് ഇഫത്ത് വൽ ഇഫത്തി ആൻഡ് ചാസ്റ്റിറ്റി. ഇനി ഖാമൂബി അദായി അക്സരിൽ വാജിബാത്ത്. അവർ തങ്ങളുടെ ഭൂരിഭാഗം കടമകൾ നിർവഹിച്ചു. ദൈ ഫുൾഫിൽഡ് ദ മെജോറിറ്റി ഓഫ് ദെയർ ഡ്യൂട്ടീസ്. മൻഹും അസ്അദുന്നാസി. ആരാണ് ഏറ്റവും സന്തോഷവാന്മാർ? ഹൂ ആർ ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ? അത്വാലിബു യുഅദ്ദി വാജിബഹു ലി ഉസ്രതിഹി. വിദ്യാർത്ഥി തൻ്റെ ഡ്യൂട്ടി, കുടുംബത്തോടുള്ള തൻ്റെ കടമ നിർവഹിക്കുന്നു. The student fulfills his duty towards his family. Okay.